നിൽക്കക്കള്ളിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ബോബി തന്നെ വന്ന് പെടുകയായിരുന്നു. അപ്പോഴാണിപ്പോൾ നിരവാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം പ്രതികരണങ്ങൾ നൽകാൻ വട്ടിയൂർക്കാവ് അജിത്ത് മെൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. ബോബിക്ക് വേണ്ടി ജയിലിന് മുന്നിൽ ആഹ്ലാദ പ്രകടനവും ഒപ്പം തന്നെ പ്രതിഷേധവും ഒക്കെ ഉയർത്തിയ വ്യക്തികളിൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അപ്പം മാളവിക ബിന്നി അധ്യാപിക കൂടി ചേരുന്നുണ്ട്. ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, നമുക്ക് അറിയാമല്ലോ, ഈ കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു ജാമ്യ ഹർജിയിൽ മേലുള്ള നടപടികൾക്ക് വരുമ്പോൾ സാമാന്യമായി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ സാമാന്യമായി പാലിക്കേണ്ട കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ പാലിച്ചിട്ടില്ല. അതാണ് അതീവ ഗൗരവത്തോടുകൂടി കോടതി ഇന്ന് പരാമർശങ്ങൾ നടത്തി കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റുന്ന ഒരു അസാധാരണ സംഭവത്തിലേക്ക് എത്തിയത്. അപ്പോൾ വടി കൊടുത്ത് അടി വാങ്ങുകയായിരുന്നോ ബോബി ചെമ്മണ്ണൂർ? അദ്ദേഹം ഒരിക്കലും വടികൊടുത്ത് അടി വാങ്ങിയതല്ല. അദ്ദേഹം സാധാരണക്കാരൻ ഒരുവനായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരുപാട് പേര്, നമുക്കറിയാം, നമ്മുടെ സംഘടന ഇടപെട്ട ഒരുപാട് കേസുകളുണ്ട്. എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ഈ കുറ്റക്കാരെന്ന് പറയുന്ന എല്ലാം ജയിലിൽ കിടക്കുന്ന എല്ലാവരും പക്കാ ക്രിമിനലുകളല്ല. ഒരുപാട് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തും ചെയ്യാതെയും ഒക്കെ നിരപരാധികളും ജയിലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ബോച്ചെ പോയതുപോലെ നിരപരാധി തന്നെയാണ് ഒരുപാട് പേര് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നീതിപീഠങ്ങൾ ഇങ്ങനെയും കുറച്ച് പേർ ഇവിടെ കഴിയുന്നുണ്ട് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാതെ എന്നൊരു മെസ്സേജാണ് അദ്ദേഹം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അതിൽ പോലും അദ്ദേഹത്തെ എങ്ങനെ വീണ്ടും ജയിലിലിടാം എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വളരെയധികം ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിക്കുവാനും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുവാനും തീരുമാനിച്ച കാര്യമെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു തമാശ പറയുന്ന, ഡബിൾ മീനിങ് പറയുന്ന ഒരു വ്യക്തി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രശസ്തയായിട്ടുള്ള നടി അദ്ദേഹത്തിൻ്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോയതും അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോഗ്രാമിന് പോവുകയും ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൈനീട്ടി എന്ന് പറഞ്ഞാൽ, കൈനീട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യെ പിടിച്ചത് ഈ പറയുന്ന നടിയാണ്. ഹണിറോസ് തന്നെയാണ് കയ്യെ പിടിക്കുകയും പിന്നെ അവിടെ റൗണ്ട് കറക്കുകയും ചെയ്തത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. കാരണം പറഞ്ഞു വരുന്നത് തുടങ്ങുമ്പോൾ തന്നെ, കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ വിചാരണ തടവുകാരായി അവിടെ കിടക്കുന്ന ആളുകളെല്ലാം ശുദ്ധന്മാരാണെന്ന് താങ്കളുടെ സംഘടന എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? കോടതിക്ക് മുൻപാകെ ഒരു ട്രയൽ പോലും നടക്കാത്ത കേസിൽ അതിന്റെ പ്രാഥമിക നടപടി എന്ന ജയിലിലടയ്ക്കപ്പെട്ട ആൾക്കൊക്കെ തന്നെ അങ്ങനെ വീര പട്ടം നൽകാൻ നിങ്ങൾ ആരാണ്? ബോബി ആരാണ്? അത് ഈ റിമാൻഡ് എന്ന് പറയുന്നത് കുറ്റം ഒരാളുടെ എതിരെ ആരോപിക്കുമ്പോഴാണ് റിമാൻഡ് ചെയ്യുന്നത്, മനസ്സിലായോ? അല്ലാതെ ഒരു ശിക്ഷ കഴിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ കോടതി പറഞ്ഞിട്ടില്ല നീ കുറ്റക്കാരനാണ് എന്നൊരിക്കലും കോടതി പറഞ്ഞിട്ടല്ല. ഇവിടെ ബോബി ചെമ്മണ്ണൂർ റിമാൻഡ് പ്രതികളായിട്ട് പേരും ഇപ്പോൾ റിമാൻഡിലാണ്, 64 ആളുകൾ. അപ്പോൾ അവരും ആ പുരുഷന്മാരാണല്ലോ. അപ്പോൾ അവർക്കും ഈ ഐക്യദാർഢ്യം നിങ്ങൾ പ്രഖ്യാപിക്കുമോ? ഞാൻ പറയട്ടെ, ഒരു പെൺകുട്ടിയെ 5 വർഷം കൊണ്ട് ഈ 64 പേര് പീഡിപ്പിച്ചു. അല്ലല്ല, ഈ പ്രത്യേകം അങ്ങനെ സെലക്റ്റീവ് ആവല്ലേ? ഈ പത്തനംതിട്ടയിൽ 64 പേരുണ്ട്, അവരും പട്ടികയിലാണ്, അവരും ഓരോരുത്തരായി റിമാൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പുരുഷ വൈകാരികതയൊക്കെ അവർക്ക് എന്താണ് നൽകാത്തത് നിങ്ങൾ? തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കാരണവുമുണ്ട്. ഒരു പെൺകുട്ടിയെ 64 പേര് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഈ പെൺകുട്ടി അറിഞ്ഞില്ലേ? ഇത്രയും വർഷം ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ് എന്നുള്ളത് എന്തുകൊണ്ട് ആ കുട്ടി അറിഞ്ഞില്ല? ഇത്രയും നമ്മൾ നോക്കണം. ഇനി ഇതിൽ കൂടും കേട്ടോ. ഈ 64 പേരല്ല, ചിലപ്പോൾ ഇനിയും മാത്രമേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഓർത്ത് ശ്രീ അജിത്ത്, അതായത് ഈ കോണ്ടസ്റ്റിൽ നിന്നും മാറുന്നു എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കില്ലെങ്കിലും, ഒരു പെൺകുട്ടിയെ, ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിച്ചി ചിന്തിയ അധമന്മാർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള നാണക്ക്, അല്ലെങ്കിൽ അതിനുള്ള മാന്യത ഇല്ലാതെ പോയല്ലോ അങ്ങേപ്പോലെ ഉള്ളവർക്ക്. കാരണം ഈ ബോബി ചെമ്മണ്ണൂര് ഞാൻ കോടതിയുടെ പ്രമേയസിലിരിക്കുന്ന ഒരു കേസാണ്. ഈ കേസുകളിൽ എന്താണ് ആദ്യം നിങ്ങൾ അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ബോബിയുടെ അഭിഭാഷകൻ എത്തി. കോടതി അത് ഗൗനിച്ചില്ല. എന്താണ് ഇതിന്റെ വസ്തുത? അല്ലെങ്കിൽ മാന്യനായ വ്യക്തി, അല്ലെങ്കിൽ ഇതിൽ ഒരു അർത്ഥമേ, ഒരു ഗ്രൗണ്ട് വേ ഇല്ല എന്നുണ്ടെങ്കിൽ കോടതി അന്നേ നിങ്ങൾക്ക് ആനുകൂല്യം നൽകുമായിരുന്നു. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കേസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എന്താണ് ഏറ്റവും പുതിയ ഡീറ്റെയിൽസ്?
ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് ഇനി വായു തുറക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതി അത് സ്വീകരിച്ചിരിക്കുന്നു, മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു, നടപടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ബിനിൽ ഈ കോടതിയുടെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. ഒരാവശ്യമില്ലാത്ത ഷോ അവസാനം മുട്ടുകുത്തി കോടതിക്ക് മുന്നിൽ, അല്ലേ? കോടതിക്ക് മുന്നിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി വാ തുറക്കില്ല ബോബി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അല്പം മുമ്പ് കോടതിയെ അറിയിച്ചത്. ആ നിരുപാധികമുള്ള മാപ്പ് അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കോടതിക്ക് അറിയാനുണ്ടായിരുന്നത് എന്ത് നാടകമാണ് ജയിലിനുള്ളിൽ കളിക്കാൻ ശ്രമിച്ചത് എന്നതാണ്. കോടതിക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ബോബി ചെയ്തത്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതിയിൽ വ്യക്തമാക്കി. തുടർന്ന് ബോബിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ അക്ഷരാർത്ഥത്തിൽ കോടതിക്ക് മുന്നിൽ കാല് പിടിക്കുകയായിരുന്നു. എന്ത് വ്യവസ്ഥ വേണമെങ്കിലും അംഗീകരിക്കാം, ബോബിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനി ഇത്തരത്തിൽ വാ തുറന്ന് ബോബി ഒരു അക്ഷരം പറയില്ല എന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു. വലിയ മാധ്യമപ്പട ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ഒരു നാക്ക് പിഴ സംഭവിച്ചു പോയതാണ്. അതായത് ആ തടവിലുള്ള മറ്റ് റിമാൻഡ് പ്രതികൾക്ക് വേണ്ടിയാണ് താൻ ഒരു ദിവസം അവിടെ കഴിഞ്ഞത് എന്ന് പറഞ്ഞത് ഒരു നാക്കുപിഴയാണ്. മാധ്യമങ്ങൾക്ക് മേലാണ് അപ്പോഴും ബോബിയുടെ അഭിഭാഷകർ കുറ്റം ചുമത്തിയത്. വലിയ മാധ്യമപ്പടയെ കണ്ടപ്പോൾ അറിയാതെ ഒന്ന് പറഞ്ഞുപോയി, അതല്ലാതെ ബോധപൂർവം ചെയ്തതല്ല. നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നു. ആ മാപ്പ് സ്വീകരിക്കണമെന്ന് കോടതിക്ക് മുന്നിൽ പറയുകയായിരുന്നു. കാരണം കോടതി കടുത്ത നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ബോബിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന കാര്യം അവരുടെ അഭിഭാഷകർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ബോബിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനി ബോബി ഇത്തരത്തിൽ സംസാരിക്കില്ല എന്നാണ് കോടതിയിൽ അഭിഭാഷകർ വ്യക്തമാക്കിയത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ നാടകങ്ങളെ കോടതി പൊളിച്ചടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ മുതൽ അവിടെ താനൊരു പരോപകാരിയാണ് എന്ന് ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞതുപോലെ അവിടെ ഒരു പരോപകാരം നടത്തുക, അതിലൂടെ മാധ്യമ ശ്രദ്ധ നേടുക, ഇതൊക്കെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ കൃത്യമായി കോടതി അത് പിടിച്ചു. ഇത്തരത്തിലുള്ള വേലകളുമായി ഇനി ഇങ്ങോട്ട് വരേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയാണ് ജാമ്യ ഹർജിയിൽ കോടതിയിൽ ഹാജരായത്. ആ മുതിർന്ന അഭിഭാഷകനോട് പോലുമുള്ള ഒരു അനാദരവാണ് ബോബിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തുന്നു, താൻ എന്തിനും മേലെയാണ് എന്ന തോന്നൽ ബോബിക്കുണ്ട് എന്നതാണ് നേരത്തെ കോടതി പറഞ്ഞത്. അത്തരത്തിലൊരു തോന്നലുമായി നടക്കേണ്ടതില്ല. അതുകൊണ്ട് ബോബിയെ കോടതി മുട്ടുകുത്തിച്ചിരിക്കുന്നു. കോടതിക്ക് മുന്നിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഇനി നല്ല കുട്ടിയായി കഴിഞ്ഞുകൊള്ളാം, ഇനി വാ തുറക്കില്ല ഇത്തരം വിഷയങ്ങളിൽ എന്ന് ബോബിക്ക് കോടതി മുമ്പാകെ ഉറപ്പ് നൽകേണ്ടി വന്നു. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് കോടതിയിൽ നിന്ന് വരുന്നത്. അങ്ങനെ മാപ്പ് ചോദിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ. വളരെ പ്രധാനപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ശക്തമായി ഇനി വാ തുറക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഇത് ശക്തമായ ഒരു സന്ദേശം കൂടിയായി ഇത് മാറുകയാണ്. അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞത്, ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ, കടുംപിടുത്തം, ഇതൊക്കെ എവിടെ പോയി, ആവിയായോ? ഇന്നിപ്പോൾ സമസ്താപരാധങ്ങളും പൊറുക്കേണമേ എന്ന് കോടതിക്ക് മുൻപാകെ ഇങ്ങനെ സാഷ്ടാംഗം നമിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നല്ല കുട്ടിയായി സഞ്ചരിച്ചോളാം എന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് മുൻപാകെ അങ്ങനെ ഉറപ്പുകൂടി നൽകുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് ഈ നിമിഷം വരുന്നത്. ബോബി അനുകൂലിയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, അപ്പോൾ എന്തുകൊണ്ടാണ് ബോബി അങ്ങനെയെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും പറ്റിയില്ല, എല്ലാം ക്ലീൻ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ മാപ്പിരക്കേണ്ട കാര്യം എന്തായിരുന്നു കോടതിക്ക് മുൻപാകെ? മാപ്പിരക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തൊരു പാളിച്ചയാണ്. കോടതി തെറ്റാണ്, പിന്നെ വ്യാഖ്യാനങ്ങളിലേക്ക് പിന്നെ പോകേണ്ടതില്ല. തെറ്റാണ് ചെയ്തത്, തെറ്റാണെന്ന് അറിയാം. അല്ല, നിയമത്തിന്റെ മുന്നിൽ സ്വാഭാവികമായിട്ട് ഒരു കോടതി നടപടി ഉണ്ടായി, ഒരാളിന് ജാമ്യം അനുവദിച്ചാൽ പിന്നെ അവിടെ ഒരു നിമിഷം പോലും ആ കോടതി ജയിലിൽ കഴിയാൻ പറ്റില്ല. അത് നിയമവശം കറക്റ്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം എന്തൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് ഒരു പരോപകാരം ചെയ്യുക. അതല്ല, ശുദ്ധാബദ്ധം കാട്ടിയത് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയായിരുന്നു എന്നങ്ങ് തുറന്ന് സമ്മതിക്കൂ വട്ടിയൂർക്കാവ് അജിത്തെ. അല്ല, അങ്ങനെ പറയരുത്. പബ്ലിസിറ്റി എന്തിനാണ് മാപ്പ് അപേക്ഷിക്കുന്നത്? നമ്മൾ പറഞ്ഞ ക്ലിയർ ആണ്, കുഴപ്പമില്ല എങ്കിൽ വാദിക്കാമല്ലോ, അതിനുള്ള ശേഷിയുള്ള ആളല്ലേ, ഉപരി കോടതിയിലൊക്കെ പോകാമല്ലോ. അതൊന്നും ഉണ്ടാകാതെ ഞാൻ പറഞ്ഞതിനൊക്കെ മാപ്പ് അരക്കണം, ഇനി നല്ല കുട്ടിയായിട്ട് ഞാൻ നടക്കാമെന്ന് കോടതിക്ക് അങ്ങനെ പറയേണ്ടതില്ലല്ലോ. എല്ലാം നേരിടാനുള്ള ശേഷിയുള്ള ആളാണെങ്കിൽ, പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ അത് മതിയല്ലോ. കോടതി നടപടികളല്ലേ, കോടതി നടപടിയുടെ ഭാഗമായിട്ടാണ് ബോബി അതിന് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹം മാപ്പ് പറഞ്ഞു. അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആ രീതി, അത് മാത്രമല്ല
ഒരാളുടെ അടുത്ത് മാപ്പ് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ജയിലിൽ കിടക്കുന്നവരുണ്ട്. അത് എന്തിന്റെ പേരിലാണ് ജയിലിൽ കിടക്കുന്നത്, അല്ലെ അവരെ അയക്കുന്നതൊക്കെ കോടതിയാണ് തീരുമാനിക്കുന്നത്. അവിടെ ഒരു വക്കാലത്ത് ഏറ്റെടുത്ത് ഞാൻ വക്കാലത്ത് റെഡിയാക്കി തരാം, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന തലത്തിലേക്കൊക്കെ പോകേണ്ട കാര്യം എന്താണ്? ആദ്യം സ്വന്തം കേസ് തീർപ്പാക്കൂ. അതുണ്ടാകാതെ കാട്ടിയതൊരു മൗഢ്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 26 പേർക്കും അദ്ദേഹം നിസ്സാര കാശുകൾ എന്തോണം അവിടെ അടയ്ക്കേണ്ടി ഇതിന് വരുന്ന ബോണ്ട് കെട്ടിവെക്കേണ്ടതായിരിക്കും. കൃത്യമായിട്ടും അദ്ദേഹം അത് ചെയ്തിരിക്കും. അദ്ദേഹം പരോപകാരിയാണ്. 1 കോടി രൂപ അദ്ദേഹം അനുവദിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കോടതിയെ വെല്ലുവിളിച്ചല്ല നടത്തേണ്ടത്. കോടതി ഒരു റിമാൻഡ് കൽപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ റിലീസ് ഓർഡർ, ആ റിലീസ് ബോണ്ട് കയ്യിൽ കിട്ടുമ്പോൾ അത് ഒപ്പിട്ട് നൽകുക എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞതെല്ലാം ബൂമറാങ്ങാണ്, അത് തിരിച്ചടിക്കുകയല്ലേ. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് കാട്ടിക്കൂട്ടി എന്താണ് അവിടെ? നിങ്ങൾ ഇന്ന് എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയത് ആ ജയിലിന് മുന്നിൽ? ഞങ്ങൾ കാട്ടിക്കൂട്ടിയത് ഒരു നിരപരാധിയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി ജയിൽ മോചിതനായതിന്റെ നിരപരാധി എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ മെഷീൻ വല്ലതും ഉണ്ടോ? ഇദ്ദേഹം ഈ ബോബി ചെമ്മണ്ണൂർ നിരപരാധിയാണെന്ന് കണ്ടുപിടിക്കേണ്ടതാരാണ്? ഇവിടുത്തെ കോടതിയുണ്ട്, കൊലപാതകം ചെയ്തോ? തീർപ്പ് കൽപ്പിക്കാൻ ചെയ്തോ? അയാൾ മോഷ്ടിച്ചോ? നിങ്ങൾക്ക് വല്ല പ്രത്യേക ചോദിക്കുന്നത് അദ്ദേഹം ഭരണഘടന വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് വല്ല പ്രത്യേക ഭരണഘടന വല്ലതും ഉണ്ടോ കയ്യിൽ? ജനാധിപത്യ രാഷ്ട്രമല്ലേ? ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇവിടെ എല്ലാവർക്കും പറയുവാനും പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു പ്രശസ്ത നടിക്ക് മാത്രം അവരെ മാത്രം വിമർശിക്കാൻ പാടില്ല. ഇനി മറ്റു രാഷ്ട്രീയക്കാർ, ഒരുപാട് രാഷ്ട്രീയക്കാരും മറ്റുള്ളവരെ എല്ലാവരും സ്വീകരിക്കാറുണ്ട്. വട്ടിയൂർക്കാവ് അജിത്തെ, ഗോവിന്ദച്ചാമിക്ക് മാത്രമേ നിങ്ങൾ പൊന്നാട അണിയിക്കാതിരുന്നിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടിന്റെ ചരിത്രമെടുത്താൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള കേസുകളെല്ലാം അങ്ങേയറ്റത്തെ അധമന്മാർക്ക് മാലയിട്ട് പൂമാലയിട്ട് മുല്ലപ്പൂ ചൂടുന്ന മെൻസ് അസോസിയേഷൻ എന്ന പ്രതിനിധിയും താങ്കളെയുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ തീർപ്പ് കൽപ്പിക്കാൻ താങ്കൾ ആരാണ്? ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനമാണ്. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ്, മനസ്സിലാക്കണം. താങ്കൾ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? നിങ്ങളുടെ ഈ മെൻസ് അസോസിയേഷൻ അഡ്വക്കേറ്റ് ഉണ്ടോ, അഭിഭാഷകരുണ്ടോ, അല്ലെങ്കിൽ അന്വേഷണ പ്രൈവറ്റ് CID-മാർ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആളൂരാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിയമോപദേശം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. അത് മാത്രവുമല്ല, ഇദ്ദേഹം ഒരു കൊലപാതകിയല്ല. ഏതെങ്കിലും പീഡന കേസിൽ പ്രതിയാണോ, മോഷണ കേസിൽ പ്രതിയാണോ, പിടിച്ചുപറിക്കാരനാണോ? അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ ശ്രീ അജിത്ത്. ആളൂര് പറയുന്ന കാര്യം, ആളൂർ പറയുന്ന നിയമോപദേശവും കേട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പൊതുജനം എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ബുദ്ധിശൂന്യത അല്ലാണ്ട് പിന്നെ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഒരു അന്വേഷണവും നിങ്ങൾ നടത്തിയിട്ടില്ല. കോടതിക്ക് മുൻപാകെ പിന്നെ എങ്ങനെ ബോബി ചെമ്മണ്ണൂർ, നേരത്തെ പറഞ്ഞ സിദ്ദീഖ് അടക്കം നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ച ആളുകളൊക്കെ തന്നെ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. അങ്ങേയറ്റത്തെ മ്ലേച്ഛമായ കേസുകളിലടക്കം പ്രതികളെ നിങ്ങൾ മാലയിട്ട് സ്വീകരിക്കുന്ന ജയിൽ കവാടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് എന്ത് നിയമജ്ഞാനമാണുള്ളത്? ഞങ്ങൾ പൂമാലയിട്ട് സ്വീകരിച്ച എല്ലാവരെയും കോടതി ശിക്ഷിച്ചിട്ടില്ല. അവരെയെല്ലാം നിരപരാധികളെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. അതിന് ഒരു ഉദാഹരണമാണ് 160 ദിവസം ജയിലിൽ, പോക്സോ കേസിൽ ജയിലിൽ കിടന്ന വ്യക്തി ഇപ്പോ വിചാരണ പോലും കൂടാതെയാണ് കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. അതെന്തടിസ്ഥാനത്തിലാണ്? ഒന്ന് മനസ്സിലാക്കണം. കോടതികൾക്കും തെറ്റ് പറ്റാം. ഇവിടെ ആരും തെറ്റ് പറ്റാത്തവരാരുമില്ല. കോടതികൾക്ക് തെറ്റ് പറ്റാതിരുന്നുവെങ്കിൽ ഒരുപാട് പേര് നിരപരാധികൾ ജയിലിൽ കിടക്കില്ലായിരുന്നു. ഇന്ന് ഒരുപാട് പേർ നിരപരാധികൾ ജയിലിൽ കിടക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രീ അജിത്തെ, സാമാന്യമായി നോക്കൂ, നിങ്ങൾ നൽകുന്ന സന്തോഷം വളരെ ഒരു കപടമല്ലേ? കാരണം അവിടെ ഈ ഒളിമ്പിക് മെഡലൊക്കെ കിട്ടി വരുന്ന ആളുകളെ, അതായത് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് പോലെ മാല അണിയിച്ചും പടക്കം പൊട്ടിച്ചും ഒക്കെ ആഘോഷിക്കാൻ എന്താണ് ഇവിടെ ഒരു ചേതോവികാരം? പ്രത്യേകിച്ച് താങ്കൾ തന്നെ ആദ്യം പറഞ്ഞു ഗോവിന്ദച്ചാമിയെ ഞങ്ങള് മാലയിട്ട് സ്വീകരിച്ചിട്ടില്ല. അപ്പൊ തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട അവസരം കിട്ടിയിട്ടില്ല. അവസരം കിട്ടിയിട്ടില്ല. അന്നുണ്ടായിരുന്നെങ്കിൽ അതും ചെയ്യുമായിരുന്നു.
താങ്കൾ പറഞ്ഞുവല്ലോ ഇവിടെ അവസരമൊക്കെ പത്തനംതിട്ടയിലെ ഈ കിട്ടും. 64 അധവന്മാരെ അവസരമൊക്കെ സപ്പോർട്ട് കിട്ടും. നൽകുമെന്ന്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഉദ്ദേശശക്തി ഈ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലാകും. ഞാൻ അങ്ങയിലേക്ക് ഒന്ന് മടങ്ങിയെത്താം. മാളവിക ബെന്നി കൂടി ചേരുന്നുണ്ട്. മാളവിക ബെന്നി, നോക്കൂ, കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകുകയാണോ ബോബി ചെമ്മണ്ണൂർ? ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെ കൈയടിക്കാനും മാലയിട്ട് സ്വീകരിക്കാനും, അത് ബോബി ചെമ്മണ്ണൂരിന് മാത്രമല്ല, ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് പുരുഷന്മാരെല്ലാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പോരാട്ടം നയിക്കും, അത് കോടതിയെയും കൂടി ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ പോക്ക് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, ഇവര് പുരുഷന്മാരുടെ വക്താക്കളെന്ന് ഒരിക്കലും, അത് ബോബി ചെമ്മണ്ണൂർ ആണെങ്കിലും ശരി, ഈ ചർച്ചയിലുള്ള മറ്റു സുഹൃത്താണെങ്കിലും ശരി, ഇവരൊന്നും പുരുഷന്മാരുടെ വക്താക്കന്മാരല്ല. ഇവരെല്ലാം പണത്തിന്റെയും അധികാരത്തിന്റെയും പുറത്തുള്ള അഹന്തയുടെ വക്താക്കളാണെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും കോടതിയുടെ മുന്നിൽ ആൾക്കാരെ അണിനിരത്തുന്നത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അഹന്തയുടെ, അതായത് എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് എന്തുമാകാം എന്നുള്ള ഒരു അഹന്തയുടെ ഡിസ്പ്ലേ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന് വളരെ കൃത്യമായിട്ട് കോടതി തന്നെ മറുപടി പറഞ്ഞതിനുള്ള വലിയ സന്തോഷം. അതായത് ഇവിടെ ഒരു നിയമമുണ്ട്, ഇവിടെ ഒരു ഭരണവ്യവസ്ഥ ഉണ്ട്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ പൗരാവകാശങ്ങളുണ്ട്. അതിനാണ് നമ്മുടെ ഇടയിൽ മൂല്യമെന്ന കോടതി തന്നെ ഇത്രയും ഇതിൽ കൂടുതൽ സ്പഷ്ടമായിട്ട് അത് പറയാനില്ലാത്ത വാക്കുകളിൽ അത് പ്രകടിപ്പിച്ചതിൽ വളരെ വളരെ വലിയ സന്തോഷമുണ്ട്. ഇത്രയും നാളും പറഞ്ഞ എല്ലാ ഹുങ്കിനും, ഇത്രയും നാളും പറഞ്ഞ എല്ലാ ആ ഡിക്ലറേഷനും എതിരായിട്ട് കോടതി തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള വാക്കുകളിൽ പ്രതികരിച്ചല്ലോ. ഇത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്കെതിരെ ഡബിൾ മീനിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമവും ചെയ്യാമെന്നുള്ള ആ ഒരു ബോധ്യത്തിനെ കൃത്യമായിട്ട് കോടതി ഇവിടെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നതാണ്. അവിടെയാണ് ഒരു സമസ്ത അപരാധം പറഞ്ഞ് കോടതിയുടെ മാപ്പിടിച്ച് ഞാൻ ഇനി നല്ല കുട്ടിയായിട്ട് സഞ്ചരിക്കാമെന്ന് പറയുമ്പോൾ ഈ ജയ് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, പിന്നാലെ ജയ് വിളിക്കുന്ന ആളുകൾ, അവരൊന്നും ഇത് നേരിട്ടിട്ടില്ല, പക്ഷേ ഗ്യാലറിയിലിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. മാത്രമല്ല, ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന ഏറ്റവും ഹീനമായ അങ്ങേയറ്റത്തെ ആ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ, അത് അല്പമെങ്കിലും കെട്ടുപോയത് കോടതിയുടെ ഇടപെടൽ കൊണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടിയുള്ള ശക്തമായ ഒരു താക്കീതല്ലേ ഇപ്പോൾ കേട്ടുവല്ലോ വട്ടിയൂർക്കാവ് അജിത്തിന്റെ പ്രതികരണം? അതെ, ഡെഫിനറ്റ്ലി അദ്ദേഹത്തിനെ എനിക്ക് അഡ്രസ് ചെയ്യാൻ പോലും താല്പര്യമില്ല. കാരണം അത്രയ്ക്ക് അറപ്പുള്ളതാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അതായത് ഒരു 13 വയസ്സ് തൊട്ട് 5 വർഷം യാതന അനുഭവിച്ച ആ കുട്ടി എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റുന്നു? ഞാൻ വിചാരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറിന് ഇനി എന്താണ് അദ്ദേഹത്തിന് മാന്യതയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചനയെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഒരു അയോട്ടെങ്കിലും വിശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെ എന്താണ് അദ്ദേഹത്തിന് പൂമാലയിടാൻ അനുവദിക്കരുതെന്നാണ്. കാരണം അത്രയും വൃത്തികേട് ഇപ്പൊ മെയിൻ സ്ട്രീം ടിവിയിൽ വന്നിരുന്ന് എന്താണ് വിളിച്ചു പറയാൻ നാണമില്ലാത്ത രീതിയിലുള്ള മനുഷ്യരാണ്. അതായത് ഒരു പീഡോഫീലിയ കേസിന്, ഒരു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കേസിലെ മനുഷ്യരെ പോലും അവർക്ക് പോലും എന്താണ് അവരും പത്തനംതിട്ടയിലെ 64 അധമന്മാർക്ക് വേണ്ടിയും നിയമ പോരാട്ടം നാളെ നടത്തിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇല്ല, അവരും വെളിയിൽ വരുമ്പോ ഇതുള്ള റിമാൻഡിലൊക്കെ വെളിയിൽ വരുമ്പോ പൂവാലായിട്ട് സ്വീകരിക്കുന്ന മനുഷ്യരാണ് ഇവർ. അതുകൊണ്ട് ഇവർ ഒരിക്കലും പുരുഷന്മാരുടെ വക്താക്കൾ എന്ന് നമ്മൾ വിളിക്കുകയേ ചെയ്യരുത്. കാരണം ഈ ലോകത്ത് നല്ല പുരുഷന്മാരായിട്ട് ഒരുപാട് പുരുഷന്മാരുണ്ട്. ഇവരൊന്നും ഒരു ഗേ റേപ്പിന് വേണ്ടി വാദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് കുഞ്ഞു ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള മെയിൽ ചിൽഡ്രനെതിരെ വരുന്ന കേസുകളിൽ ഇവർ നമ്മൾ കാണാറേ ഇല്ല. ഇവരല്ലെങ്കിൽ പുരുഷന്മാർക്ക് വരുന്ന അല്ലെങ്കിൽ ഇത്രയധികം മെയിൽ സൂയിസൈഡുകൾ നടക്കുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെതിരെ ഒരു ശബ്ദം പോലും ഇവർ ഉയർത്തും നമ്മൾ കാണുന്നില്ല. എപ്പോഴും ഇതുപോലെ സെക്ഷൽ ക്രൈംസ് വരുമ്പോൾ, ലൈംഗിക അതിക്രമങ്ങൾ വരുമ്പോൾ അതിലുള്ള ആൾക്കാരെ പൂമാലയിട്ട് സ്വീകരിക്കാനും അവർക്ക് സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കാനും അതിലുണ്ടാകുന്ന വിക്ടിംസിനെ അല്ലെങ്കിൽ അതിലുള്ള അതിജീവിതമാരെ താഴ്ത്തിക്കെട്ടി കാണിക്കാനും മാത്രമാണ് ഇവരെ കൊണ്ട് ഉള്ള സൊസൈറ്റിക്കുള്ള ഉപകാരം എന്ന് പറയുന്നത്. എന്നാൽ പുഴുക്കുത്തുന്ന നമുക്ക് അടിവരയിട്ട് വിളിക്കാൻ പറ്റുന്ന മനുഷ്യരാണ്. അത് ഇവര് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂറിനെ ജയ് വിളിക്കുന്ന ഓരോരുത്തരും, അദ്ദേഹത്തിന് ഡബിൾ മീനിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഓരോ കൂട്ടരും, അതാണായാലും പെണ്ണായാലും ശരി. പിന്നെ അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളത് ശരിയാണ്. ഇനിയും ചാരിറ്റി ചെയ്യാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ അവരുടെ ജീവിതമാർഗം നിലനിർത്താൻ വേണ്ടിയാണ് ഇതിൽ പലവരും അവിടെ വന്ന് നിൽക്കുന്നത്. അതിൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചിലവർ വന്ന് ഓപ്പൺ ആയിട്ട് പറയുക തന്നെ ഉണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂർ ഒരുപാട് ദിവസം അകത്ത് കിടക്കുകയാണെങ്കിൽ അവരുടെ ജീവിത മാർഗം മുട്ടിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ വന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിന് ജയ് വിളിക്കുന്നത്. പക്ഷെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ചാരിറ്റി ചെയ്യുന്നെന്ന് പറഞ്ഞ് എന്തും ചെയ്യാം.
അത് എന്ത് ശരി, ചെയ്യാനുള്ള അങ്ങനെയുള്ള ഒരു ലൈസൻസ് ആയിട്ട് ധാർഷ്ട്യത്തിന് കൂടിയുള്ള ഒരിക്കലും ഭംഗിയായിട്ട് തിരിച്ചടിയാണോ കൊടുക്കാൻ കഴിയില്ല. ഇന്നത്തെ ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഇടൽ? അസാധാരണമാണ് നമ്മൾ ഇത്തരം കേസുകളിൽ കോടതി വീണ്ടും അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഗൗരവത്തോടെ ഈ കേസ് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരുപാട് സന്ദേശമുണ്ട്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സാമാന്യ യുക്തിയുള്ള ആർക്കും ഇത് ദഹിക്കുന്ന കാര്യങ്ങൾ അല്ല എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടി അശ്രണനായിട്ടുള്ള അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിന് കഴിയാത്ത ആളുകൾക്കൊക്കെ ഞങ്ങൾ സഹായം നൽകുന്ന ഒരു സംഘടന എന്നാണ്. നിങ്ങളുടെ ഒരു ക്യാപ്ഷൻ എന്താണ്? നിങ്ങളുടെ സംഘടനയുടെ ക്യാപ്ഷൻ എന്താണ്? ഹലോ, നിങ്ങളുടെ സംഘടനയുടെ നമ്മുടെ ചർച്ചയുടെ പറഞ്ഞോളൂ. നമ്മുടെ സംഘടന നേരത്തെ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇന്നേ വരെ ഈ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നതല്ലാതെ ഈ സ്ത്രീകൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവിടെ ചെയ്തതായിട്ട് നമുക്കറിയോ? ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് അവർ ചോദിച്ചത്. ഞങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് ഇതുപോലെ തെറ്റുകൾ ചെയ്യാതെ നിയമത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഇവിടെ ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അവരോട് ചോദിക്കുന്നത് എന്താണ് അവർ ചെയ്തത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്? എന്താ പേരെന്തോ? ഹലോ, ഡോക്ടർ മാളവിക ബിന്നി. ഈ മാളവികയോടാ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്നേവരെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് വിട്ടിട്ടാണ് ഇത് പറയുന്നത്? അമ്മു സ്വാമിനാഥനെ പോലെ, ദാക്ഷായിണി വേലായുധനെ പോലെ, അന്ന വിഡിത്തമല്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി? ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നമ്മളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഭാഗം നിങ്ങൾ ഈ പറയുന്ന കേസിൽ ഒരു നിമിഷം മാളവിക ബിന്നി. ശ്രീ അജിത്ത് തിരിച്ചാണല്ലോ ചോദിക്കുന്നത്, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും? നിങ്ങൾ സമൂഹത്തിന് വേണ്ടി അല്ല, ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രതിനിധിയായ ശ്രീ അജിത്ത് ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ 1, 2, 3 കാര്യങ്ങളൊന്ന് പറയുമോ? പട്ടികയിലുള്ള 2, 3 കാര്യങ്ങൾ. പട്ടികയിലുള്ള ഞാൻ അവസാനത്തെ കാര്യം മുതൽ ഇപ്പൊ പറഞ്ഞു വരാം. അവസാനത്തെ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ചെയ്തിരിക്കുന്നത് 160 ദിവസം ജയിൽ ശിക്ഷ റിമാൻഡ് പ്രതിയായിട്ട് കിടന്ന ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തിയെ അയാൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട കേസ് എന്താണെന്ന് അറിയോ? ശ്രദ്ധിച്ച് കേൾക്കണം, അന്ധയായിട്ടുള്ള 14 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട കേസ്. ആ കേസിൽ ഞങ്ങൾ അതിനെതിരെ അദ്ദേഹത്തിന് വക്കീൽ വെച്ചു കൊടുത്തു, അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു, തിരിച്ചിറക്കി കൊണ്ടുവന്നു. 160 ദിവസം റിമാൻഡ് പ്രതിയായിരുന്ന വ്യക്തിയെ പിന്നീട് കോടതി എന്തുകൊണ്ട് വിചാരണ നടത്താതെ പ്രത്യക്ഷത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ലാതെ ആ കേസിന്റെ തുടർന്നുള്ള നടപടിക്രമങ്ങളും ഒക്കെ തന്നെ അതിൽ താങ്കൾ പറയുന്ന പോലെ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി താങ്കൾ ഈ പറഞ്ഞുവല്ലോ, ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യമാണല്ലോ സ്പെസിഫൈ ചെയ്തത്. അല്ലല്ല, ഞാൻ പറയട്ടെ ഈ കേസിന്റെ കോണ്ടസ്റ്റിൽ പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി എന്തിനും വേണ്ടി തയ്യാറായി ഇറങ്ങിയവരാണ് ഇന്ന് നിങ്ങൾ. വലിയൊരു ഷോയാണ് അവിടെ കാട്ടിയത്. അപ്പോൾ നിങ്ങൾ കൂടിയുള്ളൊരു സന്ദേശമാണിത്. നിങ്ങൾ ഒരു അടി പോലും ഇനി മുന്നോട്ട് പോകാൻ ഈ കേസിൽ അർഹരല്ല. അതായത് ബോബി അവിടെ എല്ലാം പറഞ്ഞു, എല്ലാ സമസ്താപരാധങ്ങളും ഇരന്ന കോടതിയോട് മാപ്പ് പറഞ്ഞു, ഞാൻ ഇനി ക്ലീനാണ് എന്ന് പറഞ്ഞാണ്. ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താണെന്ന് ഇനി അത് പറയാൻ ഞാനാണല്ല, അതിനെ കാത്തിരുന്ന് കാണണം. പക്ഷേ ആ ഒരു നിലയ്ക്ക് അത് താങ്കൾ മുഖവിലേക്ക് എടുക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി ഒരടി അങ്ങനെ ആ കാര്യം ഏറ്റുപിടിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ ശ്രീ അജിത്ത്? തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ ജയിലിന്റെ ഫ്രണ്ടിൽ ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ, ഇന്നലെ അവിടെ തിരക്ക് കുറഞ്ഞിട്ടുള്ളൂ. കാര്യം ഇന്നലെ അവിടെ ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ വന്നു. പുരുഷന്മാരുടെ കാര്യം വിടൂ, സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ വന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കണമെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കണ്ടിട്ടാണോ? അത് അദ്ദേഹം തെറ്റ് ചെയ്ത് സ്ത്രീകൾ ഒരുപാട് പേര് ബൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് ഹൈക്കോടതിയല്ലേ ശ്രീ അജിത്തെ? ഹൈക്കോടതി ഒരു മെറിറ്റിലേക്ക് കടന്നില്ലായും കൂടി ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്നൊരു കേസിന് ഹൈക്കോടതിക്ക് തോന്നിയിരിക്കുന്നു. അപ്പൊ അതുപോലും തോന്നാതെ നിങ്ങൾ അങ്ങ് കൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ ആരാണ് ശരിക്കും? നിങ്ങൾ അങ്ങ് കൽപ്പിക്കുകയാണ്. ഇത്തരം കേസുകളിലൊക്കെ തന്നെ എല്ലാ കേസിലും പത്തനംതിട്ട കേസിലും കൽപ്പിക്കുകയാണ്. 64 ആളുകളും നല്ല നടപ്പിന് വിധിക്കപ്പെട്ട ആളുകളാണ് കൽപ്പിക്കാൻ നിങ്ങൾ ആരാണ്? ഇവിടെ കോടതി ഉണ്ടല്ലോ, അല്ലെ? കോടതിയെ തള്ളി പറയൂ താങ്കൾ. ഈ ഫ്ലോറിൽ വെച്ച് കോടതിയെ തള്ളി പറയൂ. ഈ കോടതിയെ തള്ളി പറയൂ. അങ്ങനെയെങ്കിൽ
ഹൈക്കോടതി തള്ളി പറയൂ താങ്കൾ. കോടതി അതിനുള്ള ധൈര്യമില്ലല്ലോ. നടപടികളെല്ലാം ശരിയല്ല, കോടതികൾ നടപടികളെല്ലാം ശരിയല്ല. ഈ കേസല്ല ഞാൻ പറയുന്നത്. കോടതികളിൽ തെറ്റുപറ്റാറുണ്ട്. കോടതിക്ക് തെറ്റുപറ്റുന്നത് കൊണ്ടാണ് അതിന്റെ ട്രയൽ നടക്കട്ടെ. ട്രയൽ നടക്കുന്നതിന് വിധിക്കാൻ നിങ്ങൾ ആരാണ്? അതിന്റെ ട്രയൽ നടക്കട്ടെ, വക്കീലിനെ വെച്ച് വാദിക്കട്ടെ, കോടതിയിലേക്ക് എത്തട്ടെ, ഇരയെ കേൾക്കട്ടെ. അതൊക്കെ അദ്ദേഹം വെറുതെ വിടും, ഒരു മാറ്റവുമില്ല. ഇതിൽ വെച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഈ 3, 4, 5 ദിവസം മനുഷ്യർക്കെല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കാൻ നമ്മൾ എത്രയോ കേസ് കാണുകയാണ്. അല്ല, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് നിയമോപദേശം തരുന്ന ഈ ആളൂർ വക്കീലിനെ കേട്ടിട്ടാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? നിങ്ങളിത് ആളൂർ വക്കീലുമായിട്ട് ആശയവിനിമയം നടത്തി കേസിന്റെ ഇതാണ്, ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ്, അതാണോ നിങ്ങളെ ഇങ്ങനെ ഇടപെടാനും വളരെ ക്ഷണനേരം കൊണ്ട് എടുത്തു ചാടാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് അജിത്തെ? അല്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, കാരണം ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നേ ശ്രീ അജിത്തെ, രാമൻപിള്ള വക്കീലിനോടും കോടതി ചോദ്യം ചോദിച്ചു. രാമൻപിള്ള വക്കീലിന് മനസ്സിലായ കാര്യങ്ങൾ, മുതിർന്ന അഭിഭാഷകനാണ്, മുതിർന്ന അഭിഭാഷകനെ കാര്യം മനസ്സിലായി. കളി കോടതിയോടാണ്, കളി നിൽക്കില്ല. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് രാവിലെ തന്നെ ബോബി വെള്ള ഡ്രസ്സുമൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ കളിക്കുന്നത് കോടതിയോടാണെന്ന് രാമൻപിള്ള വക്കീലിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് ആളൂർ വക്കീല് പറയുന്നത് കേട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണല്ലേ? അല്ല, നമുക്ക് സാമാന്യ ബുദ്ധിയുണ്ടല്ലോ. ഇപ്പൊ ആളൂർ വക്കീല് നമ്മൾ ഓരോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുള്ള വേറൊരു വശം. പക്ഷേ നമുക്ക് സാമാന്യ ബുദ്ധിയില്ലേ? ഒരാള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ ഈ 44 പേര് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഞാനതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അത്രയും ആളുകൾ പീഡിപ്പിച്ചില്ല എന്ന ആഡമന്റ് അല്ല, വേറെ കോണ്ടസ്റ്റ് ആണ്. ബോബിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ബോബി ചെമ്മണ്ണൂർ എന്താണ് ഒരു പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്, നമ്മൾ ആ ദൃശ്യമടക്കം. അവിടെ തനിക്കുണ്ടായ ദുരനുഭവം ഒരു പെൺകുട്ടി 164 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അടക്കം കോടതിയിലേക്ക് പറയുകയും അവൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ ഒന്നൊന്നായി കോടതിയിലേക്ക് പറയുകയും അവൾ നേരിട്ടത് ഒന്നുമല്ലേ എന്ന് വിധിക്കാൻ താങ്കൾ ആരാണ്? താങ്കളുടെ സംഘടനയ്ക്ക് ഇതിൽ റോൾ എന്താണ്? ഈ പറയുന്ന പെൺകുട്ടി സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരാളാണോ? എന്റെ ചോദ്യം അതാണ്. ഇന്നത്തെ തലമുറ വരെ വഴിതെറ്റിക്കുന്നവരല്ലേ? ഓഡിറ്റ് ചെയ്യാൻ താങ്കൾ ആരാണ്? ഓഡിറ്റ് ചെയ്യാൻ വട്ടിയൂർക്കാവ് അജിത്തും കൂട്ടരും ആരാണ്? അല്ലല്ല, ഒരു ഉടുതുണിയുടെ നീളം നിർണ്ണയിക്കാൻ അജിത് കുമാർ ആരാണ്? ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ ഉടുതുണിയുടെ നീളം നിർണ്ണയിക്കാൻ അജിത് കുമാർ ആരാണ്? അജിത് കുമാർ ആരാണ്? പൗരൻ എങ്ങനെയാണ് സമൂഹത്തിൽ അങ്ങനെ നടക്കാത്തവളെ അങ്ങേയറ്റത്തെ മലീമസമായ രീതിയിൽ പരാമർശിക്കാനും അവളെ ആക്രമിക്കാനും ഒക്കെ ലൈസൻസ് നൽകപ്പെടുന്നുണ്ടോ? അങ്ങനെ ലൈസൻസ് ആയിട്ട് കാണുകയാണോ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് അവിടെ റോള്? ഇവിടെ ഇത്രയും ഒന്നോ രണ്ടോ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു, അത് ഡബിൾ മീനിങ് ആണ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന വ്യക്തികളോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമൂഹത്തിൽ ഈ പറയുന്ന നടി ഒരു മാതൃക പാലിലിട്ട് കഴിഞ്ഞാൽ കയ്പ് ഒരിക്കലും അവസാനിക്കാത്തത് പോലെയാണ് നിങ്ങളെയൊക്കെ പറഞ്ഞ് എന്തായാലും അങ്ങനെ ആ മൊഴികൾ മാത്രമേ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാനാകൂ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതൊരു പുരുഷനും ഇവിടെ ചർച്ചയിലിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അച്ഛനില്ലേ, നിങ്ങൾക്ക് അമ്മ, നിങ്ങൾക്ക് സഹോദരനില്ലേ, ഭർത്താവില്ലേ, മക്കളില്ലേ, ആൺമക്കളില്ലേ? ഏത് നിമിഷവും ഏതൊരു ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. നമുക്ക് വീണ്ടും കാണാം അജിത്തെ, വീണ്ടും കാണാം. അവസാനമായി മാളവിക ബിന്നി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ എന്നുള്ള ആശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതോർത്ത് വേണം സംസാരിക്കാൻ. മാളവിക ബിന്നി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂട്ടിച്ചേർക്കാനുണ്ട്. ഇദ്ദേഹം തന്നെ കുറച്ചു മുമ്പേ പറയുകയുണ്ടായി, ഈ നടി ഹണിറോസ് എന്ന് പറഞ്ഞ നടി ഡബിൾ മീനിങ് അദ്ദേഹം പറഞ്ഞിട്ട് വീണ്ടും എന്തിനു പോയി എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഡബിൾ മീനിങ് ആയിട്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ഇവർക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല, കോൺട്രഡിക്ടറി ആയിട്ട് പരസ്പര വിരുദ്ധമായിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവർ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള സത്യമില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇവർ നിരന്തരമായിട്ട് ലൈംഗിക കുറ്റവാളികളെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലാതെ
വേറെ ഒന്നിനും വേണ്ടി, വേറെ ഒരു സോഷ്യൽ കോസിന് വേണ്ടി നിൽക്കാത്ത മനുഷ്യരാണ്. പക്ഷെ ഇവരെ അല്ല നമ്മൾ നോക്കി കാണേണ്ടത്. ഇവരൊരു വളരെ ഒരു ചെറിയ ഫ്രിഞ്ച് എലമെന്റ് മാത്രമാണ്. ബോബി ചെമ്മണ്ണൂറിന്റെ ഇതുപോലെ ഉള്ള ഡബിൾ മീനിങ്ങിലുള്ള വഷളത്തരവും ആഭാസത്തരവും ഇനിമേൽ ഇവിടെ നട്ടാൽ കുരുക്കുകയില്ല എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് കോടതി നൽകുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ സമസ്താപരാധം പറയുമ്പോൾ അത് കോടതി ഗൗനിക്കുന്നു. കോടതി ഇനിയുള്ള അദ്ദേഹത്തിന്റെ നടപടികളും നിലപാടുകളും ഒക്കെ തന്നെ അങ്ങനെ സതുദ്ദേശപരം ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അജിത്തും ഒപ്പം മാളവിക.